ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിൽ നമ്മൾ അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് 3 മെത്തേഡ്സ് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്ന് അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് തീർക്കുകയും അതുപോലെ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളത് നോക്കുകയും ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അമെൻമെൻറ്റ് ഈ പറഞ്ഞ അമെൻമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സിനെ ഒരു സിമ്പിൾ വേയിൽ നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. സോ ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എനി ഹൗസ് ഓഫ് ദ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലെ ഏത് ഹൗസിൽ വേണമെങ്കിലും ബില്ല് കൊണ്ടുവരാം. അതായത് ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, ആ പാർലമെൻറ്റിൽ ഏത് ഹൗസിൽ വേണമെങ്കിലും ബില്ല് കൊണ്ടുവരാം. രണ്ടാമതായിട്ട് ദാറ്റ് ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ഗവൺമെൻറ് ബിൽ ഓർ പ്രൈവറ്റ് ബിൽ. ആ ബില്ല് വേണമെങ്കിൽ അതായത് അതിനെ ഗവൺമെൻറ് ബില്ലെന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബില്ലെന്നോ പറയാൻ പറ്റും. പിന്നുള്ളത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് നോട്ട് നീഡ്. അതായത് റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് ആവശ്യമുള്ളതല്ല, അറ്റ് ദ എൻഡ് മാത്രമേ എന്തുള്ളൂ, പ്രസിഡൻറ്റിൻ്റെ അതായത് സിഗ്നേച്ചറിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളത്. നാലാമത്തത് ബിൽ മസ്റ്റ് ബി പാസ്ഡ് ഫ്രം ബോത്ത് ദ ഹൗസസ് ബൈ അബ്സല്യൂട്ട് പ്ലസ് സ്പെഷ്യൽ മെജോറിറ്റി. നമ്മളുടെ ബില്ല് പാസ് ചെയ്യണം രണ്ട് ഹൗസസിലും അത് പാസ്സാവണം. അത് അബ്സല്യൂട്ടും അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റിയും 50% അല്ലെങ്കിൽ 2/3 മെജോറിറ്റിയോട് കൂടെ തന്നെ ആ ബില്ല് പാസ്സാവണം എന്നാണ് പറയുന്നത് നാലാമത്തേൽ. അഞ്ചാമത്തേതിൽ സം ടൈം റിക്വയർഡ് ദ മെജോറിറ്റി ഫ്രം ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൾസോ ഇൻ ജി എസ് ടി പോലെയുള്ള കാര്യങ്ങളിൽ ബില്ല് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിരുന്നു, സ്റ്റേറ്റുകളുടെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ പെർമിഷൻ കൂടെ വേണം, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടെ വേണമെങ്കിൽ. ഇത്രയാണ് അതിനൊരു സിമ്പിൾ പ്രൊസീജിയർ. അമെൻമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ഇതിൽ നോക്കാനുള്ളത് റെസ്ട്രിക്ഷൻസ് ഓൺ പാർലമെൻറ്റ്സ് അമെൻമെൻറ്റ് പവേഴ്സ് ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് പാർലമെൻറ്റിനെ അമെൻഡ് ചെയ്യുന്നതിലുള്ള കുറച്ച് റെഗുലേഷൻസ്, അവരുടെ പരിമിതികൾ എന്തൊക്കെയാണ്, അതിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ത് പ്രാധാന്യമാണ് വഹിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇതിൽ the framers of the constitution were so intellect that they know that if they choose flexible amendment procedure, the ruling party can misuse it. അതായത് ഫ്രെയിമേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമേഴ്സിന് ഓൾറെഡി നോളജ് ഉണ്ടായിരുന്നു. ഇഫ് ദേ മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നെയ്തർ ഫ്ലെക്സിബിൾ നോർ റിജിഡ് എന്നാണ്. രണ്ടും അല്ലാത്ത ഒരു മിഡിൽ ഇതിൽ നിൽക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേക്കേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷനെ അത്ര ഫ്ലെക്സിബിളായിട്ട് കൊടുത്തിട്ടില്ല. കാരണം പാർലമെൻറ്റിന് അത് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ദേ മെയ്ഡ് ദ പ്രൊസീജിയർ നെയ്തർ റിജിഡ് നോട്ട് ഫ്ലെക്സിബിൾ. അവർ ആ പ്രൊസീജിയേഴ്സിനെ ഫ്ലെക്സിബിളും ആക്കിയിട്ടില്ല, എന്നാൽ റിജിഡും ആക്കിയിട്ടില്ല. If the parliament want to make any amendments, they have to propose a bill in the house. ഏതെങ്കിലും ഹൗസിൽ അവർ ആ ബില്ല് കൊണ്ടുവരണം. അതിനുശേഷം ആഫ്റ്റർ ഗെറ്റിംഗ് മെജോറിറ്റി വോട്ട്സ് ഇറ്റ് വിൽ സെൻഡ് ടു പ്രസിഡൻറ്റ്സ് പെർമിഷൻ. അതായത് മെജോറിറ്റി വോട്ട് കിട്ടിയതിന് ശേഷം അത് ആർക്കയക്കും, പ്രസിഡൻറ്റിൻ്റെ വോട്ടിന് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് അയക്കുന്നു. ബട്ട് ദിസ് പ്രോസസ്സ് ഇസ് നോട്ട് അബ്സല്യൂട്ട്. അതായത് ഈ പ്രോസസ്സ് അബ്സല്യൂട്ട് അല്ല. അതായത് ഇപ്പോൾ അവർ പാസ്സാക്കിയെന്ന് വെച്ചോ, അവരിപ്പോൾ ബില്ല് പാസ്സാക്കിയെന്ന് വെച്ചോ, പക്ഷേ അവിടെ എന്ത് വരും, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പബ്ലിക് ഇൻട്രസ്റ്റിനെതിരാണ് അതെങ്കിൽ ദേ ക്യാൻ ടേക്ക് എ ഇനീഷ്യേറ്റീവ്. ജുഡീഷ്യറി സ്വന്തമായിട്ട് ആ ഒരു ബില്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടേൺ ആണ്. അപ്പോൾ അതാണ് അതിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് അമെൻമെൻറ്റിലെ പ്രൊസീജിയേഴ്സും അതുപോലെ അതിലെ റെസ്ട്രിക്ഷൻസും ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ടിനെ, അതായത് നമ്മളിപ്പം ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നതിന് അതിന് ഫോർമലായിട്ടൊരു ടൈറ്റിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അമെൻമെൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951 എന്നാണ് അതിനെ ഫോർമലായിട്ട് പറയാം. നമ്മളിപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് എന്ന് നോർമലി പറയാം, അങ്ങനെയല്ല. അതിൻ്റെ ഫോർമലായിട്ടുള്ളൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രാക്കറ്റിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആക്ട് 1951 എന്നാണ് അതിനെ ഫോർമലായിട്ട് അതിനെ ടൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്.
സോ ഇറ്റ് വാസ് മൂവ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ പറഞ്ഞ അമെൻമെൻറ്റ് ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ എനാക്ട് ചെയ്തിട്ടുള്ളത്. അത് 10th May 1951 അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്, എനാക്ട് ചെയ്തിട്ടുള്ളത്, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് 18th June 1951 18 ജൂൺ 1951 അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ അമെൻമെൻറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇൻ 10th May 1951 അത് പ്രോപ്പറായിട്ട് എനാക്ട് ചെയ്തിട്ടുള്ളത് 18th June 1951. പിന്നെ ഉള്ളത് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് സ്പെസിഫിക്കലി ടു ഗീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെമീന്ദാർ അബോലിഷൻ laws in general and certain specified state acts in particular which was challenged, appealed against in Supreme Court by different parties for violating ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ സമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഒരുപാട് സ്റ്റേറ്റുകൾ അത് അബോളിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് ആൾക്കാരുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടുകയും പിന്നെ കുറേ പേരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അതെതിരായിട്ട് കുറേ കാര്യങ്ങൾ ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ട് ഈ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോർട്ടിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് എന്തായി, പിന്നെ ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്റ്റിൽ അതിനെ റിവോക്ക് ചെയ്തുകൊണ്ട്, അതായത് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടു റിമൂവ് സർട്ടൻ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റഡ് ബൈ ദ കോർട്ട്സ് ഡിസിഷൻ ഇൻ സെവറൽ കേസസ് സച്ച് ആസ് കേശ്വർ സിംഗ് കേസ്, റോമേഷ് താപ്പർ കേസ്. അതായത് ഈ ഒരു ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്റ്റിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. അത് ഒന്ന് കമേശ്വർ സിംഗ് കേസ്, അതുപോലെ റോമേഷ് താപ്പർ കേസ്. ഇതിൽ കമേശ്വർ സിംഗ് കേസിൻ്റെ സമീന്ദാരി സിസ്റ്റത്തിലുള്ള, അതായത് അയാളുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ അവരുടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അതായത് കമേശ്വർ സിംഗ് അതിനെതിരെ സുപ്രീം കോർട്ടിൽ ഒരു അപ്പീൽ കൊടുക്കുകയും അത് സുപ്രീം കോർട്ട് വിധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദെയർ എന്താ പറയുക ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളതിൽ. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് റോമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. അത് ആദ്യത്തെ ഈ കമേശ്വർ സിംഗിൻ്റെ കേസ് സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് ബീഹാർ സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് ബീഹാർ സ്റ്റേറ്റ് ഇയാളുടെ പ്രോപ്പർട്ടീസൊക്കെ സമീന്ദാരി സിസ്റ്റം, അതായത് അവരുടെ ആ ഒരു സമയത്തൊരു ആക്ട് നിലനിന്നിരുന്നു, ദ ബീഹാർ അബോലിഷൻ ഓഫ് സമീന്ദാരി റിപ്പീലിംഗ് ആക്ട് 1950. 1950 ബീഹാറിലെ സമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്തുകൊണ്ടുള്ളൊരു ആക്റ്റാണ്. അത് ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇയാൾ ഇൻ സുപ്രീം കോർട്ടിലൊരു അപ്പീൽ കൊടുത്തിട്ട് അത് ചലഞ്ച് ചെയ്തു. അതിനുശേഷം അതായത് ഫസ്റ്റ് അമെൻമെൻറ്റിലൂടെ ഈ പാർലമെൻറ്റ് പുതിയ രീതികൾ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് തന്നെ റോമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, റോമേഷ് താപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അതുപോലെ അയാൾ സ്റ്റേറ്റ് ഓഫ് മദ്രാസിന് അഗെയിൻസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ റോമേഷ് താപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു, ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, നെഹ്റുവിയൻ പോളിസീനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പബ്ലിഷേഴ്സ് ഇറക്കിയിരുന്നു. അത് മദ്രാസ് സ്റ്റേറ്റ് എന്ത് ചെയ്തു, അയാളെ ബാൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിനെതിരായിട്ട് അയാൾ സുപ്രീം കോർട്ടിൽ ഒരു അപ്പീൽ കൊടുക്കുകയും അത് സുപ്രീം കോർട്ട് വിധിക്കുകയാണ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ പേഴ്സൺ. നമുക്കറിയാം ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. സോ അതിന് അഗെയിൻസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ്. സോ ഈ ഫസ്റ്റ് അമെൻമെൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ് കമേശ്വർ സിംഗ് കേസ്, അതുപോലെ റോമേഷ് താപ്പർ കേസ്. അതായത് കമേശ്വർ സിംഗ് കേസ് അഗെയിൻസ്റ്റ് ബീഹാർ ഗവൺമെൻറ്, റോമേഷ് താപ്പർ കേസ് അഗെയിൻസ്റ്റ് മദ്രാസ്, അന്നത്തെ സ്റ്റേറ്റ് ഓഫ് മദ്രാസിന് അഗെയിൻസ്റ്റ് ആണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് വാട്ട് കൈൻഡ് ഓഫ് അമെൻമെൻറ്റ്സ് ഇൻക്ലൂഡഡ്, അതായത് ഇതിൽ ഈ പറഞ്ഞ അമെൻമെൻറ്റ്സ് ഈ ഒരു
ഫസ്റ്റ് അമെൻമെൻറ്റിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണുള്ളത് എന്നുള്ളതാണ്. സോ അതിൽ എംപവേർഡ് ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതായത് ഒരു സ്റ്റേറ്റിനെ എംപവർ ചെയ്ത് ഒന്നും കൂടി ശാക്തീകരണമാണെന്ന് തോന്നുന്നു, അത് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്കലിയും അതുപോലെ സോഷ്യലിയും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്റ്റേറ്റിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുകയാണ് ഈ അമെൻമെൻറ്റ് വഴി ആദ്യത്തെ ഒരു പോയിൻ്റ്. രണ്ടാമത്തത് പ്രൊവൈഡഡ് ഫോർ ദ സേവിങ് ഓഫ് ലോസ് പ്രൊവൈഡിങ് ഫോർ അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റ്സ്. ഇത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അവരെ സേവ് ചെയ്യാനുള്ള ലോസ്, അതിനുള്ള നിയമ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ച്. മൂന്നാമത്തത് ആഡഡ് 9th ഷെഡ്യൂൾ ടു പ്രൊട്ടക്ട് ദ ലാൻഡ് റിഫോംസ് ആൻഡ് അതർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്സ് ഫ്രം ദ ജുഡീഷ്യൽ റിവ്യൂ. അതായത് 9th ഷെഡ്യൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ലാൻഡ് റിഫോംസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും, പിന്നെ ആർട്ടിക്കിൾ 31 ശേഷം 31A ആൻഡ് 31B ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആഡഡ് 3 more ഗ്രൗണ്ട്സ് ഓഫ് റെസ്ട്രിക്ഷൻസ്. 3 തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ 3 തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, പബ്ലിക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പീച്ച്, അതായത് നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും പറ്റില്ല. അതുപോലെ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, അതർ സ്റ്റേറ്റുമായിട്ട് നമ്മളുടെ റിലേഷനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു എക്സ്പ്രഷൻ ഓഫ് സ്പീച്ചോ നടത്താൻ പാടില്ല. അതുപോലെ ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ്, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് നടത്താൻ പാടില്ല എന്നുള്ളതാണ് 3 റെസ്ട്രിക്ഷൻസ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 ഇവർ ഫസ്റ്റ് അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്നിട്ടുള്ളത്. സംടൈംസ് ഇതിനെ നമ്മൾ റീസണേബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ജസ്റ്റിഷ്യബിൾ എന്നൊക്കെ പറയും. റീസണേബിൾ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അത് എന്താക്കും, അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം സംടൈംസ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഗവൺമെൻറ് തന്നെ മീഡിയയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ദേ ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ഫീലിംഗ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇപ്പോൾ ചൈനയായിട്ടുള്ള ഇപ്പോഴത്തെ ബോർഡർ ഇഷ്യൂ, അത് ഒരു ഫോറിൻ സ്റ്റേറ്റുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വരാവുന്നതാണ്. പക്ഷെ അത് ഗവൺമെൻറ് ഇറ്റ്സെൽഫ് എന്ത് ചെയ്തിട്ടുള്ളതാണ്, മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. സോ അവിടെ റീസണബിളായിട്ടുള്ള കാര്യം, അതായത് അവർ തന്നെ ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മീഡിയയ്ക്ക് അത് പബ്ലിഷ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് പ്രൊവൈഡഡ് ദാറ്റ് സ്റ്റേറ്റ് ട്രേഡിംഗ് ആൻഡ് നാഷണലൈസേഷൻ. അതായത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിന് ചെയ്യാം. പക്ഷെ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, വയലേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. വയലേഷൻസ് ഇൻ ദ സെൻസ് എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കടത്തുകളോ അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള ടാക്സ് അടച്ച് GST ടാക്സ് അടച്ചിട്ടുള്ള ട്രേഡുകൾ ചെയ്യാമെന്നുള്ളതാണ് 4ാമത്തെ. ഇത്രയാണ് അതിലെ ഈ അമെൻമെൻറ്റിലുള്ള ഒരു പ്രൊവിഷൻസ്. സോ നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്റ്റാണ്. ഇനി ഇതിൽ ഡൗട്ടുള്ളവർ ഞാൻ ഫോർവേഡ് ചെയ്യുന്ന ആർട്ടിക്കിളുകൾ ഒന്ന് വായിക്കുക.